ഒരു മാസക്കാലം നീണ്ട വ്രതവിശുദ്ധിക്കൊടുവിൽ വന്നെത്തിയ പെരുന്നാളിന്റെ ഭാഗമായ പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മലയോരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളും ആരാധനാലയങ്ങൾക്കും പുറമെ ഈദ്ഗാഹുകളും സംഘടിപ്പിച്ചിരുന്നു. ഒരു മാസക്കാലം നീണ്ട വ്രതവിശുദ്ധിക്കൊടുവിൽ വന്നെത്തിയ പെരുന്നാളിന്റെ ഭാഗമായ പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കിയ മുക്കത്തെ ഐക്യപ്പെരുന്നാൾ സംയുക്ത ഈദ്ഗാഹിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലധികം വിശ്വാസികളാണ് ഈദ്ഗാഹിൽ പങ്കെടുത്തത്. മസ്ജിദ് സുബ്ഹാൻ, സലഫി മസ്ജിദ് പള്ളി കമ്മിറ്റികൾ സംയുക്തമായാണ് മുക്കം അഭിലാഷ് ജംഗ്ഷനിലെ നഫ്ന കോംപ്ലക്സിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. മുക്കം മസ്ജിദ് സുബ്ഹാൻ ഖത്തീബ് MC സുബ്ഹാൻ ബാബു പ്രഭാഷണം നടത്തി. TK ജുമാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി. ചാലുളി അബു, ബഷീർ പാലത്ത്, സലാം പഴന്തോപ്പിൽ, T അസീസ്, കോയക്കുട്ടി VP, അൻവർ തടപ്പറമ്പ്, അബ്ദുൽ മജീദ് കറുത്തുപറമ്പ്, അഹമ്മദ് സയ്യിദ് ചോണാട്, KP സുബൈർ കറുത്തുപറമ്പ്, സലാം തടപ്പറമ്പ്, സാദിഖ് കറുത്തുപറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുവാടി ഈദ്ഗാഹ് കമ്മിറ്റി ചെറുവാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 ആളുകളാണ് പങ്കെടുത്തത്. മഹറൂഫ് സ്വലാഹി ഈദ് സന്ദേശം നൽകി. ചെയർമാൻ KC മുഹമ്മദ് കുട്ടി, കൺവീനർ KH മുഹമ്മദ്, ട്രഷറർ CK യാസിർ അബ്ദുറഹ്മാൻ, KA റഹ്മാൻ, അലവി B, ലായിക് അലി PP തുടങ്ങിയവർ നേതൃത്വം നൽകി. വെസ്റ്റ് ചേന്ദമംഗലൂർ മസ്ജിദുൽ അൻസാറിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഷഹീദ് റംസാനാണ് നേതൃത്വം നൽകിയത്. ചേന്ദമംഗലൂർ ഒതയമംഗലം മഹൽ കമ്മിറ്റി അൽ ഇസ്ലാം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ O അബ്ദുറഹ്മാൻ നേതൃത്വം വഹിച്ചു. കാരശ്ശേരി മസ്ജിദുൽ ഫാറൂഖിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഹമീദ് KT ആണ് നേതൃത്വം നൽകിയത്. പന്നിക്കോട് സലഫി മസ്ജിദിൽ മജീദ് കൂവപ്പാറയും കൊടിയത്തൂർ മഹലിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ MA അബ്ദുസലാമും, സൗത്ത് കൊടിയത്തൂർ ടൗൺ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുൽ ഹക്കും, വെസ്റ്റ് കൊടിയത്തൂർ ഫുർഖാൻ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ കാവിൽ അബ്ദുള്ളയും, കാർക്കുറ്റി മസ്ജിദ് നൂറിലെ പെരുന്നാൾ നമസ്കാരത്തിന് അഷ്റഫ് പേക്കാടനും നേതൃത്വം നൽകി. കാരമൂല സാലഫി മഹൽ കമ്മിറ്റി ആസാദ് മെമ്മോറിയൽ UP സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിൽ 500ഓളം ആളുകളാണ് പങ്കെടുത്തത്. 7:15 ആരംഭിച്ച നമസ്കാരത്തിന് അബ്ദുൾ റഷീദ് അൽ ഖാസിമി നേതൃത്വം നൽകി. P അബ്ദുറഹ്മാൻ മാസ്റ്റർ, K മനാഫ് മദനി, കീലത്ത് അസൈൻ, KP സാദിഖ്, അലി മാസ്റ്റർ തുടങ്ങിയവർ ഈദ്ഗാഹിൽ സംബന്ധിച്ചു. മലയോരത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള കുളിരാമുട്ടി ജുമാ മസ്ജിദിലും, ഗോതമ്പ് റോഡ് സമസ്ത ഇസ്ലാമിക് സെൻറ്റർ മസ്ജിദിലും, കാരാളിപ്പറമ്പ് റഹ്മാനിയ ജുമാ മസ്ജിദിലും, മസ്ജിദ് റഹ്മ ചാത്തപ്പറമ്പിലും, വെസ്റ്റ് കൊടിയത്തൂർ ജുമാഅത്ത് പള്ളിയിലും, പന്നിക്കോട് മസ്ജിദ് സുന്നിയയിലും, കാരമുല സ്വലാഹ് നഗർ ജുമാ മസ്ജിദിലും, നെല്ലിക്കപ്പറമ്പ് മസ്ജിദ് നൂറിലും, ചുള്ളിക്കാപ്പറമ്പ് ഹുദ മസ്ജിദിലും സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരത്തിന് വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. കക്കാട് മസ്ജിദുൽ മുജാഹിദ്ദീൻ ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി പേരാണ് പങ്കാളികളായത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഫജറുസാദിഖ് കൊളവണ്ണ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി. 100 സ്ത്രീകൾ ഉൾപ്പെടെ ആബാലവൃദ്ധം ജനങ്ങളും ഈദ്ഗാഹിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലും പങ്കാളികളായി. സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാത്ത വിധം മനസ്സിനെ സ്വാധീനിക്കുന്നതും തിന്മയുടെ മാതാവുമായ ലഹരിയുമായി ഒരു വിധത്തിലും തങ്ങൾ അടുക്കില്ലെന്ന് എല്ലാവരും പ്രതിജ്ഞ ചെയ്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.